പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകൾ പലപ്പോഴും നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെപ്പോലെയാണ്. അവയെ ശാന്തമാക്കാനും ജീവിതത്തിൽ വ്യക്തത വരുത്താനും മൈൻഡ് കൺട്രോൾ മെഡിറ്റേഷൻ സഹായിക്കുന്നു. നിലത്ത് സുഖകരമായി ഇരിക്കാൻ കഴിയുമെങ്കിൽ സുഖാസനമോ പദ്മാസനമോ സ്വീകരിക്കാം. മുട്ടുവേദനയോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉള്ളവർക്ക് കസേരയിൽ ഇരിക്കാം, പക്ഷേ പാദങ്ങൾ നിലത്ത് ഉറപ്പിച്ചു വെക്കണം. നട്ടെല്ല് ഒരു വില്ലുപോലെ വളയരുത്, എന്നാൽ അമിതമായി വലിഞ്ഞു മുറുകുകയും ചെയ്യരുത്. ഒരു നൂലിൽ കെട്ടി മുകളിൽ നിന്ന് ആരോ നിങ്ങളെ പതുക്കെ വലിക്കുന്നതുപോലെ സങ്കൽപ്പിക്കുക. കൈകൾ മുട്ടുകൾക്ക് മുകളിൽ ജ്ഞാനമുദ്രയിലോ ചൂണ്ടുവിരലും തള്ളവിരലും തൊടുക, അല്ലെങ്കിൽ വലതുകൈ ഇടതുകൈക്ക് മുകളിൽ വെച്ച് മടിയിലോ വയ്ക്കാം. ശരീരത്തിൽ എവിടെയെങ്കിലും മുറുക്കം ഉണ്ടെങ്കിൽ മനസ്സ് അവിടെ തന്നെ ഉടക്കി നിൽക്കും. അതിനാൽ തല മുതൽ പാദം വരെ ഓരോ ഭാഗത്തെയും റിലീസ് ചെയ്യണം. പലപ്പോഴും നമ്മൾ അറിയാതെ നെറ്റി ചുളിച്ചിരിക്കും. അത് ബോധപൂർവം അയച്ചിടുക. പല്ലുകൾ കടുപ്പിച്ചു പിടിക്കരുത്. വായ നേരിയ രീതിയിൽ തുറന്നിരുന്നാലും തെറ്റില്ല. നാവ് വായുടെ മുകൾ ഭാഗത്ത് പതുക്കെ സ്പർശിക്കട്ടെ. തോളുകൾ കാതുകളുടെ അടുത്തേക്ക് ഉയർന്നു നിൽക്കാതെ താഴേക്ക് അയച്ചിടുക. തോളുകളിൽ ലോകത്തിന്റെ മുഴുവൻ ഭാരവും വെച്ചിരിക്കുന്നതുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇറക്കി വെക്കുക. ശ്വാസമെടുക്കുമ്പോൾ വയർ തടസ്സമില്ലാതെ വികസിക്കണം. ബെൽറ്റോ ഇറുകിയ വസ്ത്രങ്ങളോ ഉണ്ടെങ്കിൽ അത് ലൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പാദങ്ങളിലെ വിരലുകൾ വരെ അയഞ്ഞു കിടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ധ്യാനത്തിന്റെ വിജയം നിങ്ങളുടെ സങ്കല്പത്തിലാണ്. മനസ്സിനെ ഒരു ലക്ഷ്യത്തിലേക്ക് കെട്ടിയിടുകയാണിവിടെ. അടുത്ത കുറച്ച് മിനിറ്റ് ഞാൻ ബാഹ്യലോകത്തിന് ലഭ്യമല്ല എന്ന് മനസ്സിനോട് പറയുക. ഫോൺ റിംഗ് ചെയ്താലോ മറ്റ് ശബ്ദങ്ങൾ കേട്ടാലോ ഞാൻ പ്രതികരിക്കില്ല എന്ന ദൃഢനിശ്ചയം എടുക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകളും ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്ലാനിംഗും ഈ കുറച്ച് മിനിറ്റിലേക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ ഈ നിമിഷത്തിൽ മാത്രമാണ് എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. ഈ ധ്യാനം എന്നെ കൂടുതൽ ശാന്തനും ഊർജ്ജസ്വലനുമാക്കുന്നു എന്ന പോസിറ്റീവ് ചിന്തയോടെ തുടങ്ങുക. ഈ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കണ്ണുകൾ പകുതി അടച്ചുപിടിക്കുന്നത് തുടക്കക്കാർക്ക് നല്ലതാണ്. ഇത് പെട്ടെന്ന് ഉറക്കത്തിലേക്ക് വീണുപോകാതിരിക്കാനും ബാഹ്യമായ തടസ്സങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ശ്വസനത്തെ മാറ്റാൻ ശ്രമിക്കുന്നതിനു മുൻപ് അത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് നിരീക്ഷിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൂക്കിന്റെ തുമ്പിൽ അനുഭവപ്പെടുന്ന തണുപ്പും പുറത്തേക്ക് വിടുമ്പോൾ അനുഭവപ്പെടുന്ന നേരിയ ചൂടും തിരിച്ചറിയുക. ശ്വാസമെടുക്കുമ്പോൾ നെഞ്ചും വയറും ഉയരുന്നതും താഴുന്നതും ഒരു തിരമാല പോലെ അനുഭവിക്കാൻ ശ്രമിക്കുക.
ഇതിനെ മാറ്റാൻ ശ്രമിക്കരുത്, വെറുമൊരു സാക്ഷിയായി നോക്കി നിൽക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നമ്മളിൽ പലരും നെഞ്ചുകൊണ്ടാണ് ശ്വസിക്കുന്നത്. ഇത് സമ്മർദ്ദം കൂട്ടും. വേർ ഉപയോഗിച്ചുള്ള ശ്വസനം മനസ്സിനെ ഉടൻ ശാന്തമാക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വേർ ഒരു ബലൂൺ പോലെ വീർക്കണം. ശ്വാസം വിടുമ്പോൾ വേർ പതുക്കെ നട്ടെല്ലിനോട് ചേരണം. നെഞ്ച് അധികം ചലിക്കരുത്. ഇത് ശരീരത്തിലെ വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുകയും മനസ്സിനെ വിശ്രമാവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. 1 മുതൽ 4 വരെ എണ്ണിക്കൊണ്ട് സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 4 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുക. 1 മുതൽ 4 വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പൂർണ്ണമായും പുറത്തുവിടുക. ശ്വാസം എടുക്കാതെ 4 സെക്കൻഡ് ശൂന്യമായി ഇരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം വലിച്ചു കയറ്റാനോ കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്താനോ ശ്രമിക്കരുത്. എല്ലാം വളരെ സുഗമമായി നടക്കണം. ശ്വസനത്തിൽ നിന്ന് ശ്രദ്ധ മാറി ചിന്തകളിലേക്ക് പോയാൽ പതുക്കെ വീണ്ടും എണ്ണത്തിലേക്ക് 1, 2, 3 ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരിക. ഒരു സംഗീതം പോലെ ശ്വസനത്തിന് ഒരു താളം കണ്ടെത്തുക. നമ്മൾ ശ്വാസം സാവധാനമാക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് കുറയുകയും തലച്ചോറിലെ അമിഗ്ദല, ഭയത്തെ നിയന്ത്രിക്കുന്ന ഭാഗം, ശാന്തമാകുകയും ചെയ്യുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ മനസ്സിനെ വിശാലമായ ഒരു നീലാകാശമായി സങ്കൽപ്പിക്കുക. അതിൽ വരുന്ന ചിന്തകൾ വെറും മേഘങ്ങളാണ്. മേഘങ്ങൾ വരുന്നു, രൂപം മാറുന്നു, ഒടുവിൽ അപ്രത്യക്ഷമാകുന്നു. നിങ്ങൾ വെറുതെ താഴെ ഇരുന്ന് അത് നോക്കി നിൽക്കുക. ഒരു മേഘത്തെയും ചിന്തയെയും പിടിച്ചു നിർത്താനോ അത് എങ്ങോട്ട് പോകുന്നു എന്ന് തിരയാനോ ശ്രമിക്കരുത്. ചിന്തകളെ ഒഴുകുന്ന ഒരു പുഴയായി സങ്കൽപ്പിക്കുക. നിങ്ങൾ അതിന്റെ കരയിൽ ഇരിക്കുകയാണ്. പുഴയിൽ വീഴരുത്, അതായത് ചിന്തകളിൽ മുഴുകിപ്പോകരുത്. കരയിലിരുന്ന് വെള്ളത്തിന്റെ ഒഴുക്ക് മാത്രം ശ്രദ്ധിക്കുക. ഒരു പ്രത്യേക ചിന്ത നിങ്ങളെ വലിച്ചിഴച്ചു കൊണ്ടുപോയാൽ അത് തിരിച്ചറിയുന്ന നിമിഷം തന്നെ പതുക്കെ കരയിലേക്ക്, ശ്വാസത്തിലേക്ക് തിരിച്ചുവരിക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ധ്യാനിക്കുമ്പോഴാണ് കൂടുതൽ ചിന്തകൾ വരുന്നത് എന്ന് തോന്നാം. അത് സ്വാഭാവികമാണ്. മനസ്സ് ശാന്തമാകുമ്പോഴാണ് ഉള്ളിലെ അലച്ചിലുകൾ നാം തിരിച്ചറിയുന്നത്. പഴയ ദേഷ്യമോ സങ്കടമോ പെട്ടെന്ന് ഉയർന്നു വന്നേക്കാം.
അത് പുറത്തു പോകാനുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയാണെന്ന് മനസ്സിലാക്കുക. ഒരു ചിന്ത അവസാനിക്കുന്നത് ശ്രദ്ധിക്കുക. അടുത്ത ചിന്ത വരുന്നതുവരെയുള്ള ആ ശൂന്യമായ ഇടത്തിൽ വിശ്രമിക്കുക. അവിടെ വാക്കുകളില്ല, ചിത്രങ്ങളില്ല, ആകുലതകളില്ല, ശുദ്ധമായ അസ്തിത്വം മാത്രമേയുള്ളൂ. ശ്വാസം എടുക്കുന്നോ വിടുന്നോ എന്നുപോലും അറിയാത്ത വിധം ശ്വസനം മന്ദഗതിയിലാകുന്നു. ശരീരം ശ്വസിക്കുന്നത് നിർത്തിയോ എന്ന് തോന്നും വിധം മനസ്സ് നിശ്ചലമാകും. ഇത് തലച്ചോറിലെ ചിന്താപ്രക്രിയകൾ ഏകദേശം നിലച്ചതിന്റെ അടയാളമാണ്. ഒരു ഇരുണ്ട മുറിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ മുറിയിലെ ഇരുട്ടിനോട് നിങ്ങൾ ലയിച്ചു ചേരുന്നത് പോലെ തോന്നും. അതിരുകളില്ലാത്ത അവസ്ഥ. എനിക്ക് ഇപ്പോൾ ശൂന്യത അനുഭവപ്പെടണം എന്ന് വാശിപിടിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് തന്നെ ഒരു ചിന്തയാണ്. അത് ശൂന്യതയെ തടയും. ഹാ, എന്ത് നല്ല സമാധാനം എന്ന് മനസ്സ് പറഞ്ഞാൽ ഉടൻ നിങ്ങൾ ധ്യാനത്തിൽ നിന്ന് പുറത്തുവന്നു എന്നർത്ഥം. ആ സമാധാനത്തെ അനുഭവിക്കുക മാത്രം ചെയ്യുക, അതിനെ വിശകലനം ചെയ്യരുത്. ചിലപ്പോൾ ഉള്ളിൽ നേർത്ത വെളിച്ചമോ അല്ലെങ്കിൽ ഒരു മൂളൽ ശബ്ദമോ കേട്ടേക്കാം. അതിൽ അത്ഭുതപ്പെടാതെ അതിനോടും നിസ്സംഗത പുലർത്തുക. കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ ഒരു സ്കാനർ പോലെ ഉപയോഗിക്കുക. പാദങ്ങളിൽ നിന്നു തുടങ്ങുക. വിരലുകൾ, ഉപ്പൂറ്റി, കണങ്കാൽ എന്നിവ ശ്രദ്ധിക്കുക. അവിടെയുള്ള തണുപ്പോ ചൂടോ മരവിപ്പോ എന്താണെങ്കിലും അത് വെറുതെ അറിയുക. പതുക്കെ മുട്ടുകൾ, തുടകൾ, ഇടുപ്പ് എന്നിവിടങ്ങളിലേക്ക് ശ്രദ്ധ മാറ്റുക. എവിടെയെങ്കിലും മുറുക്കമോ അസ്വസ്ഥതയോ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നോക്കുക. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ പേശികൾ മുറുക്കി പിടിക്കാറുണ്ട്. ഒരു ഭാഗത്ത് അസ്വസ്ഥത തോന്നിയാൽ നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ ശുദ്ധമായ ഊർജ്ജം ആ ഭാഗത്തേക്ക് ഒഴുകുന്നതായും ശ്വാസം വിടുമ്പോൾ അവിടുത്തെ കടുപ്പവും വേദനയും പുക പോലെ പുറത്തേക്ക് പോകുന്നതായും സങ്കൽപ്പിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. റിലാക്സ് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആ പേശികളെ പൂർണ്ണമായും ലൂസ് ആക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങളുടെ പുരികങ്ങൾക്കിടയിലുള്ള ഭാഗത്ത് ഒരു ചെറിയ സ്വർണ്ണനിറത്തിലുള്ള പ്രകാശബിന്ദു തെളിയുന്നതായി സങ്കൽപ്പിക്കുക.
ആ പ്രകാശം പതുക്കെ തലച്ചോറിലേക്കും അവിടെ നിന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും കാണുക. നിങ്ങളുടെ ഓരോ കോശവും ആ പ്രകാശത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. ഇത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജ്ജത്തെ പുറന്തള്ളാനും ഒരു പുതിയ ഉണർവ് നൽകാനും സഹായിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല വഴി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിങ്ങളുടെ രൂപം ഭാവനയിൽ കാണുക എന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശാന്തനായും ആത്മവിശ്വാസമുള്ളവനായും പെരുമാറുന്ന നിങ്ങളുടെ ഒരു ചിത്രം മനസ്സിൽ കൊണ്ടുവരിക. വലിയൊരു പ്രശ്നത്തിനു മുന്നിലോ അല്ലെങ്കിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിലോ നിങ്ങൾ തികഞ്ഞ ശാന്തതയോടെ, പുഞ്ചിരിയോടെ നിൽക്കുന്നത് കാണുക. ആ അവസ്ഥയിൽ നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ ശ്രമിക്കുക. ഞാൻ അത് ഇപ്പോൾ ആയിക്കഴിഞ്ഞു എന്ന വികാരം മനസ്സിൽ നിറയ്ക്കുക. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം. അതിന്റെ നിറം, ശബ്ദം, ഗന്ധം എന്നിവയെല്ലാം ഭാവനയിൽ കൊണ്ടുവരിക. നിങ്ങൾ ആ ദൃശ്യത്തിലെ ഒരു കഥാപാത്രമായിരിക്കണം. പുറത്തുനിന്ന് ഒരു സിനിമ കാണുന്നതുപോലെയല്ല, മറിച്ച് ആ സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നതായി തോന്നണം. ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ചിന്തിക്കരുത്. ഒന്നോ രണ്ടോ പ്രധാനപ്പെട്ട പോസിറ്റീവ് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിനോട് ഒരു സുഹൃത്തിനോട് എന്നപോലെ സംസാരിക്കുക. ഇപ്പോൾ ഈ ചിന്ത വേണ്ട, നമുക്ക് ഇതിനെക്കുറിച്ച് പിന്നീട് ആലോചിക്കാം എന്ന് മനസ്സിനോട് കർശനമായി പറയുക. നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ ഒരു നല്ല മണ്ണ് പോലെ പാകപ്പെട്ടിരിക്കുകയാണ്. ഇതിലേക്ക് എന്തു വിത്തിട്ടാലും അത് മുളയ്ക്കും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. പറയുന്ന വാചകങ്ങൾ വളരെ സാവധാനം മനസ്സിൽ ആവർത്തിക്കുക. ഞാൻ ശാന്തനാണ്, എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിലാണ്. ഇന്ന് നേരിടേണ്ടി വരുന്ന എല്ലാ വെല്ലുവിളികളെയും സമാധാനത്തോടെ കൈകാര്യം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്റെ ഉള്ളിലെ സമാധാനം ഞാൻ ലോകത്തിന് പങ്കുവയ്ക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് വളരെ ലളിതമായ കാര്യമായാലും മതി. ഉദാഹരണത്തിന് ഇന്നത്തെ നല്ല ശ്വാസം, സ്നേഹിക്കുന്ന കുടുംബം, അല്ലെങ്കിൽ ഈ നിശബ്ദത. ഈ നന്ദി ഒരു പ്രകാശമായി ഹൃദയത്തിൽ നിന്ന് ശരീരം മുഴുവൻ പടരുന്നതായി സങ്കൽപ്പിക്കുക. ദൂരെയുള്ള ശബ്ദങ്ങൾ, വാഹനങ്ങൾ, പക്ഷികൾ മുതൽ നിങ്ങളുടെ മുറിക്കുള്ളിലെ ഫാനിന്റെയോ ശ്വാസത്തിന്റെയോ ശബ്ദം വരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വസ്ത്രം ശരീരത്തിൽ സ്പർശിച്ചിരിക്കുന്നത് അറിയുക.
തറയിലോ കസേരയിലോ നിങ്ങളുടെ ശരീരം അമർന്നിരിക്കുന്ന ആ ഭാരം അനുഭവിക്കുക. ഇത് നിങ്ങളെ ഭൂമിയുമായി ബന്ധിപ്പിക്കുന്നു. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. ശരീരം പൂർണ്ണമായും നിശ്ചലമായിരുന്നു. അതിനെ പതുക്കെ ഉണർത്തുക. കൈവിരലുകളും കാൽവിരലുകളും വളരെ പതുക്കെ ചലിപ്പിക്കുക. കഴുത്ത് വളരെ സാവധാനം ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് തിരിക്കുക. തോളുകൾ ഒന്ന് ഇളക്കുക. രണ്ട് കൈപ്പത്തികളും നെഞ്ചിനു മുന്നിൽ ചേർത്തുവെച്ച് നന്നായി തിരുമുക. കൈകളിൽ നല്ല ചൂട് അനുഭവപ്പെടണം. ആ ചൂടുള്ള കൈപ്പത്തികൾ അടഞ്ഞ കണ്ണുകളിൽ അമർത്താതെ വെക്കുക. ആ ഇരുട്ടും ചൂടും നിങ്ങളുടെ കണ്ണുകളെയും തലച്ചോറിനെയും ശാന്തമാക്കും. പതുക്കെ കൈകൾ മുഖത്തും തലയിലും കഴുത്തിലും ഒന്ന് തടവുക. കൈപ്പത്തികൾ മുഖത്തിനു മുന്നിൽ പിടിച്ച് ആ കൈക്കുള്ളിലേക്ക് നോക്കിക്കൊണ്ട് വളരെ പതുക്കെ കണ്ണുകൾ ചിമ്മി തുറക്കുക. പെട്ടെന്ന് വെളിച്ചത്തിലേക്ക് നോക്കാതെ സാവധാനം കാഴ്ച തെളിക്കുക. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചുറ്റുമുള്ള വസ്തുക്കളെ കൗതുകത്തോടെ നോക്കുക. കണ്ണു തുറന്ന ഉടൻ എഴുന്നേൽക്കരുത്. 1 മിനിറ്റ് കൂടി ആ ഇരിപ്പിൽ തന്നെ തുടരുക. ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ശാന്തത എപ്പോഴും എന്റെ കൂടെയുണ്ടാകും എന്ന് സ്വയം പറയുക. ധ്യാനം കഴിഞ്ഞ് എഴുന്നേറ്റ ഉടൻ ചായ കുടിക്കുകയോ മൊബൈൽ ഫോൺ നോക്കുകയോ ചെയ്യരുത്. പതുക്കെ നടക്കുകയോ ഒരു ഗ്ലാസ് സാധാരണ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ ഉന്മേഷവാനാക്കും. താങ്ക് യു ഗോഡ്, താങ്ക് യു ഓൾ.